സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ തീരുമാനം അംഗീകരിച്ച സമസ്ത പുതിയ സമയക്രമം ഈ അധ്യയന വർഷം തുടരും. അടുത്ത വർഷം പരിഹരിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകിയെന്ന് ചർച്ചയ്ക്ക് ശേഷം സമസ്ത മുഷാവറാംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ആർക്കും ഉറപ്പ് നൽകിയിട്ടില്ല എന്നും അടുത്ത വർഷം ആരെങ്കിലും പരാതി ഉന്നയിച്ചാൽ അപ്പോഴത്തെ സാഹചര്യം കൂടി പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സമസ്ത എ വിഭാഗവും വിവിധ സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനുകളും ചർച്ചയിൽ പങ്കെടുത്തു. നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. ചർച്ച നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. ഈ പ്രാവശ്യം നമ്മൾ അരമണിക്കൂർ അവർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് കാമണിക്കൂർ മുമ്പിലുള്ളതും കാമണിക്കൂർ പിന്നിലുള്ളതും അവസാനം 4 മണിക്ക് ശേഷമുള്ളതുമാണ് വർദ്ധിപ്പിച്ചത്. അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെന്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ സാവകാശം തരണമെന്നും അടുത്ത വർഷം അതിന് നമുക്കെന്താക്കാം മാറ്റവും പരിഹാരവും ഒക്കെ ഉണ്ടാക്കാന്നുള്ള ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സംഘടനകളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. വേണ്ടി വന്നാൽ അടുത്ത അക്കാഡമിക് ഇയറിൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നൽകിയാൽ ആ സമയത്ത് അപ്പോൾ നമുക്ക് അന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ കോടതി വിധിയുണ്ട്, നിയമങ്ങളുടെ ഭേദഗതിയുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടെ അടുത്ത വർഷം പരിശോധിക്കുന്നതിൽ ഗവൺമെൻറ്റിന് ഒരു വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇല്ല അങ്ങനെയൊന്നും ഉറപ്പുകൊടുത്തിട്ടില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. ഇതിലിപ്പോൾ അങ്ങനെ അവരെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അതിലൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഇപ്പോൾ സ്കൂൾ സമയമാറ്റത്തിൽ മാറ്റമില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ചർച്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം സമുദായ നേതാക്കളും മന്ത്രിയും പറയുന്നതിൽ പൊരുത്തക്കേടുണ്ടല്ലോ. അമൃത, 12 സംഘടനകളുമായിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തിയത്. ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ആദ്യം സമസ്തയുമായി പ്രത്യേകം ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് അടുത്ത വർഷം പരാതി പരിഹരിക്കാമെന്ന ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്നതിനാൽ ഇത്തവണ ഈ സമയം മാറ്റിയ തീരുമാനം അംഗീകരിച്ചിരിക്കുന്നു എന്ന് സമസ്തയടക്കമുള്ള മതസംഘടനകളുടെ നേതാക്കൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത് സമയമാറ്റം എന്നത് ഇത്തവണ തുടരും. അടുത്ത അധ്യയന വർഷം ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പോഴത്തെ സാഹചര്യങ്ങളും മറ്റും പരിഗണിച്ചുകൊണ്ട് അവർ പരാതി നൽകിയാൽ തീരുമാനമെടുക്കാം. ഏതെങ്കിലും അർത്ഥത്തിൽ അടുത്ത വർഷം ഈ സമയമാറ്റം പിൻവലിക്കാമെന്നോ മാറ്റാമെന്നോ ഉറപ്പ് ആർക്കും നൽകിയിട്ടില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചത്. അതായത് ഉറപ്പ് കിട്ടിയെന്ന് സമസ്തയടക്കമുള്ള മതസംഘടനയുടെ നേതാക്കൾ പറയുമ്പോൾ അത്തരമൊരു ഉറപ്പ് ആർക്കും കൊടുത്തിട്ടില്ല എന്ന നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുകയും ചെയ്തത്. അതാണ് ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിലേക്ക് ഇടയാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത്തവണത്തെ കാര്യത്തിൽ സമസ്തയടക്കമുള്ള മതസംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അവർ സർക്കാരിന് വഴങ്ങാനുള്ള തീരുമാനം ഈ വർഷത്തേക്ക് എടുത്തിട്ടുണ്ട് എന്നതും ഈ ചർച്ചയിൽ നിന്നും വ്യക്തമാണ്. അമൃത. ശരി സാജു.